അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സഹോദര സമുദായാംഗങ്ങൾക്ക് സ്നേഹം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. സ്റ്റേജിൽ ഉപേക്ഷിതരായ മനാഫ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, വിവിധ സന്നദ്ധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സന്നദ്ധ സംഘടനകളെ ഞാൻ ആ വാക്ക് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. സന്നദ്ധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട വളണ്ടിയേഴ്സ്, ആമുഖ ഭാഷണമൊന്നും തന്നെ നടത്താതെ ആത്മാർത്ഥമായി ആദ്യമായി ഇസ്ലാമിക് വിചാരവേദിയെ മനസ്സറിഞ്ഞ് അഭിനന്ദിക്കുകയാണ്. കാരണം വ്യത്യസ്തമായ അനുമോദന ചടങ്ങുകളും ഒക്കെ നമ്മൾ പല മേഖലയിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇങ്ങനെ രാഷ്ട്രീയ ആശയപരമായി വ്യത്യസ്ത ചേരിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന സമയത്തും ഒരു ദുരന്തമുഖമുണ്ടായ സമയത്ത് ദുരന്തമുഖത്ത് കൈമേയി മറന്ന് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ട വളണ്ടിയേഴ്സിനെ ഒരുമിച്ചിരുത്തി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്, ഇതിൻ്റെ ഭാരവാഹി വിളിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം വെച്ചാൽ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ചിരുത്തിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. സാധാരണ ചാനലുകാരൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സംഘടനയുടെ കീഴിൽ എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ്. മുമ്പ് നടത്തിയോ എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ഒരിക്കൽ കൂടി ഇസ്ലാമിക് വിചാരവേദിയെ മനസ്സറിഞ്ഞ് അഭിനന്ദിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. 5 മിനിറ്റാണ് സമയം. 5 മിനിറ്റ് അനുവദിക്കപ്പെട്ട മുഴുവൻ സമയം ഞാൻ എടുക്കുന്നില്ല. മനാഫ് മാസ്റ്റർ മനോഹരമായ 1-2 കവിതകളുടെ ആലപിച്ചു. എൻ്റെ മനസ്സിൽ ഈ വെള്ളാർമല സ്കൂളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വൈറ്റ് ഗാർഡിൻ്റെ കീഴിലും അതോടൊപ്പം തന്നെ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ കീഴിലും നിലമ്പൂരിലെ പോത്തുകല്ലിലും അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ചൂരൽമലയിലൊക്കെ പ്രവർത്തിക്കാൻ ഒരു സാഹചര്യമുണ്ടായ സമയത്ത് ഒരുപാട് ദുരന്തത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, വിവിധ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും വെള്ളാർമലയിലൊരു സ്കൂൾ, ഞാനൊരു അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സ്കൂളിനെയും എൻ്റെ സ്കൂളിലെ കുട്ടികളെയാണ് ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓർത്തുപോയത്. ഇവിടെ ദുരന്തമുഖത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ സദസ്സ് ഒരു പക്ഷേ ഇത് ഇരിക്കുമെന്ന് എനിക്ക് തോന്നില്ല. അത്രയും ഭയാനകം. ഞാൻ അതിനെ പർവ്വതീകരിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഹൈലൈറ്റ് ചെയ്ത് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളൊക്കെ ഇരിക്കുന്ന ഓരോ ടീമും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചവരാണ്. നമ്മൾ കേട്ടതിനേക്കാളൊക്കെ അല്ലെങ്കിൽ മീഡിയാസിലൊക്കെ നമ്മൾ കണ്ടതിനേക്കാളൊക്കെ എത്രയോ ദുരന്തമാണ് സത്യത്തിൽ അവിടെ സംഭവിച്ചതെന്ന് അവിടെ പോയി പ്രവർത്തിച്ച എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളോട് ഞാൻ പറയേണ്ട കാര്യമില്ല. എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചടങ്ങുകൾ മനസ്സുകൊണ്ട് അകന്നിരിക്കാതെ അടുത്തിരിക്കാനുള്ളൊരു സാഹചര്യമായിട്ടാണ് ഇത്തരമൊരു ചടങ്ങിനെ ഞാൻ കാണുന്നത്. എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. മലയാളം അധ്യാപക കോഴ്സിൽ പോയ സമയത്ത് ഒരു വേള അധ്യാപകരുടെയൊക്കെ മുഖത്ത് ക്ലാസ്സിൻ്റെ ഒരു ആശങ്കയൊക്കെ ഉണ്ടെങ്കിലും ആദ്യമായി മൗനപ്രാർത്ഥനയോടുകൂടി ക്ലാസ് ആരംഭിച്ചതിന് ശേഷം ഒരു കവിത ഞങ്ങൾക്ക് ആർ പി ആയി വന്ന അജയൻ മാഷ് ഒരു കവിത ചൊല്ലി. സത്യത്തിൽ പിന്നീട് ഉള്ള മണിക്കൂറുകൾ സത്യത്തിൽ വയനാടായിരുന്നു. കാരണം വെച്ചാൽ വയനാട് പോയ ഒരാളായതുകൊണ്ട് കൃത്യമായി വരച്ച് കളിക്കുന്ന ആ ഒരു കവിത മാത്രം ചൊല്ലി ഞാനിവിടെ അവസാനിപ്പിക്കും. വേറെ മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ കിടക്കുന്നില്ല. കവി കൊടുത്ത ഈണം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ കവിത ചൊല്ലുന്നില്ല, പറയാം. സുബേഷ് തെക്കൂട്ട് എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയ കവിതയുടെ പേര് തന്നെ വെള്ളാർമല GVHS എന്നാണ്. ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം. എഴുതാനുള്ളതൊക്കെയും എഴുതി വെച്ച് ഉറങ്ങാൻ കിടന്ന ഗ്രാമം എണീറ്റില്ല. എഴുതാനുള്ളതൊക്കെയും എഴുതി വെച്ച് ഉറങ്ങാൻ കിടന്ന ഗ്രാമം എണീറ്റില്ല. ആബിദ, അബ്ദുൾ റസാഖ്, അതുൽ VS, മെറിൻ PK, സൈനബ, അക്കീം. ടീച്ചർ വിളിച്ചുകൊണ്ടേയിരുന്നു, ആരും മിണ്ടിയില്ല. ടീച്ചർ വിളിച്ചുകൊണ്ടേയിരുന്നു, ആരും മിണ്ടിയില്ല. ഹോംവർക്ക് ചെയ്യാത്തതിന് ചെവിക്ക് പിടിച്ചപ്പോഴെന്ന പോലെ ഗ്രാമം ഉറക്കെ കരഞ്ഞു. മാനത്തപ്പോൾ മറ്റൊരു പള്ളിക്കൂടം മണിയടിച്ചപ്പോൾ
മല വെള്ളമിറങ്ങിയ മുറ്റം, കള്ളപ്പനി, കണ്ണീക്കേട്, മൂക്കൊലിപ്പ്, എന്നും വരാത്ത അലവി, അന്ന് കൃത്യം വന്നു. ചില വരികൾ ഞാൻ ആവർത്തിച്ച് ചൊല്ലുകയാണ്. എന്നും വരാത്ത അലവി, അന്ന് കൃത്യം വന്നു. മാഷ് ചോദിച്ചു, എന്താ അലവി ഇങ്ങനെ? അലവി പറഞ്ഞു, മഴ വരുമ്പം പേടിയാ മാഷെ, മഴ വരുമ്പം പേടിയാ മാഷെ. മറുത്തൊന്നും പറയാതെ മാഷ് അവനെ ചേർത്ത് നിർത്തി. മറുത്തൊന്നും പറയാതെ മാഷ് അവനെ ചേർത്ത് നിർത്തി. കുഞ്ഞാമിനെ വിളിച്ചു, മലമ്പാമ്പിൻ്റെ കൂട് കാട്ടിത്തരാൻ വാ. അലവി താഴേക്ക് നോക്കി. പച്ചക്കാട്, തത്ത, പയ്യമേയണ പള്ളിപ്പറമ്പ്, അബൂൻ്റെ ആട്ടിൻകുട്ടി, അവിലടി ഉമ്മാൻ്റെ ഒരല്. അബൂൻ്റെ ആട്ടിൻകുട്ടി, അവിലടി ഉമ്മാൻ്റെ ഒരല്. ഉമ്മ വിളിച്ചു, അവില് തിന്നിട്ട് പോടാ അലവി. അവൻ താഴേക്കിറങ്ങി. കാലിൽ ചെളി പുതഞ്ഞപ്പോൾ ഉമ്മാൻ്റെ നിലവിളി. കാലിൽ ചെളി പുതഞ്ഞപ്പോൾ ഉമ്മാൻ്റെ നിലവിളി. കഴുക്കോലിൽ പാമ്പ്. ടീച്ചർ അപ്പോഴും പേര് വിളിച്ചുകൊണ്ടേയിരുന്നു, TP സൈദലവി. ആമീനാൻ്റെ കൈ പിടിച്ച് അവൻ എഴുന്നേറ്റ് നിന്നു. ഹാജർ. പ്രിയമുള്ളവരെ, സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ കീഴിൽ ഞാൻ സ്കൗട്ട് ആൻഡ് ഗൈഡിനെ പ്രതികരിച്ചുകൊണ്ട് ഇവിടെ അധ്യാപകരുണ്ട്. പോയ സമയത്ത് മനസ്സിനെ വല്ലാതെ, ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, സാർ അത് സൂചിപ്പിക്കും. അതുകൊണ്ട് എനിക്ക് എൻ്റെ വൈറ്റ് ഗാർഡ് ടീമിന് ഇത്തരമൊരു അവസരമൊരുക്കിയ ഇസ്ലാമിക് വിചാരവേദിയെ ഒരിക്കൽ കൂടി കളങ്കമില്ലാതെ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.